സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മല്ലിയില വെച്ച് നല്ലൊരു ചോറുണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. 4 പൂവ് കോളിഫ്ലവറും 5 ബീൻസും പകുതി ക്യാരറ്റാണ് വേണ്ടത്. ഇതിൻ്റെ പകുതി ക്യാപ്സിക്കം, പകുതി സവാള. ഇതെല്ലാം ചെറുതായി മുറിച്ച് മാറ്റിവെക്കാം. പിന്നെ ഒരു 1/4 പിടി പുതിനയും 1 പിടി മല്ലിയിലയുമാണ് എടുത്തത്. പിന്നെ 4-5 പച്ചമുളകും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു പകുതി കഷ്ണം പുളിനാരങ്ങയും കൂടി വേണം. പകുതി സവോളയും എടുത്ത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നാരങ്ങയുടെ നീര് അരയ്ക്കുമ്പോൾ പിഴിഞ്ഞൊഴിച്ചാൽ മതി. പുതിനയിലയും മല്ലിയിലയും ഇതിൻ്റെ കൂടെ തന്നെയാണ് അരയ്ക്കേണ്ടത്. പാൻ വെച്ച് പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്കായും 3 ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ വേണമെങ്കിൽ ചെറുതായി മുറിച്ചിടാം. ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ബീൻസ് മുറിച്ചത് ഇട്ട് കൊടുക്കാം.
അതും ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ജീരകവും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. എല്ലാം ഒന്ന് ചെറുതായി വെന്താൽ മതി. നല്ലതുപോലെ വേവണമെന്നില്ല. ഇത് നേരത്തെ കാണിച്ച മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചെടുത്ത പേസ്റ്റാണ്. ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. ഇത് 1/4 ഗ്ലാസ് അരിയാണ് വേവിച്ചത്. അത് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പോൾ വേവിച്ച് വെക്കുന്നത് പോലെ വേവിച്ച് വെച്ചാൽ മതി. ഇവിടെ ഞാൻ കൈമ റൈസാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇട്ടാൽ മതി. ഈ വെജിറ്റബിൾ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.